ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പറഞ്ഞ് എന്റെ കയ്യിൽ വാളും പരിചയം തരുമോ? എടുക്കണം. പെണ്ണ് വാളെടുക്കേണ്ടി വന്ന വാളെടുക്കണം. തല വെട്ടേണ്ടി വന്ന തല വെട്ടണം. ശ്യാമേ, പുറത്തു നിൽക്കുന്ന ശ്യാമയുടെ അവസ്ഥ ഭഗവാൻ കണ്ടു കാണും. അതുകൊണ്ടാ ഇങ്ങനൊരു തീരുമാനം അല്ലേ? അതെ അടുത്തേ, സംശയമൊന്നുമില്ല. ഇത് ഭഗവാന്റെ മായാജാലം തന്നെയാ. എനിക്കെന്റെ മോളുടെ വിവാഹം അവളുടെ അടുത്ത് തന്നെ കാണാലോ. അതെ, ഇനി എനിക്ക് കാത്തിരിക്കാൻ പറ്റിയല്ലോ. ചേടാ, എന്തൊരു കഷ്ട ഇത്. എത്ര നേരം ഞാനിങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്. നിനക്ക് കാശ് വേണമെങ്കിലേ എന്റെ പ്രിയങ്കമോളെയും കണ്ടുപിടിച്ച് എന്നെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കണം. അല്ലെങ്കിൽ 5 പൈസ ഞാൻ തരില്ല. ആഹാ, എന്നാ പിന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. നീ എന്ത് ചെയ്യുവടാ? അതെ, ഞങ്ങക്ക് യൂണിയൻ ഉണ്ട്. പിന്നെ യൂണിയനും കൊണ്ട് നീ നിന്റെ വീട്ടിലിരിക്കേ ഉള്ളൂ. സുകുമാരിയെ ഒന്നും ചെയ്യില്ല. മോശം പിടിച്ചവൻ. എന്താടി അമ്മ എവിടെയാ അമ്മേ? ഞങ്ങൾ എല്ലാവരും ക്ഷേത്രത്തിൽ എത്തിയല്ലോ. അമ്മയെ കാണാതെ ഇവിടെ എല്ലാവരും അന്വേഷിച്ചോണ്ടിരിക്കുക. വിവാഹ മുഹൂർത്തത്തിന് ഇനി ഇത്തിരി നേരെ ഉള്ളൂന്നേ. അമ്മ പെട്ടെന്ന് വരാൻ നോക്ക്. ഞാൻ വരാം. ആ കല്യാണം നടക്കാൻ പാടില്ല. പ്രിയങ്ക ജീവിച്ചിരിക്കുന്നത് എല്ലാവരും അറിയിച്ചേ പറ്റൂ. ഈ കല്യാണം ഞാൻ മുടക്കും. പെട്ടെന്ന് വണ്ടി എടുക്ക്, നമുക്ക് തിരിച്ചു പോവാം. എന്റെ ദൈവമേ, അവസാനം അമ്മച്ചി സമ്മതിച്ചല്ലോ. നിങ്ങക്ക് പുണ്യം കിട്ടും. നിന്റെ നാവും പുണ്യൊക്കെ അങ്ങ് കൈ വെച്ചോ. വണ്ടി എടുക്ക്, പെട്ടെന്ന് എടുക്കടാ. ഇനി അവിടെ എവിടെ കിടന്ന് കറങ്ങണ്ട, നേരെ പൊയ്ക്കോ. ഓ, പറയുന്ന കേട്ടതൊന്നുമല്ലോ. ഞാനാ കിടന്ന് കറങ്ങിയെന്നു. ഇവിടെ ചെലക്കാതെ വണ്ടി ഓടിക്കടാ. ഇവിടെ വേഗം വിടറാ. അതെ, കല്യാണം കഴിഞ്ഞിട്ട് എങ്ങനെ ജീവിക്കാനാ ഉദ്ദേശം? വരുൺ പറയുന്ന പോലെ. ഇതാ കുഴപ്പം. ഇത്തരം കാട് പിടിച്ച പോലുള്ള ചിന്താഗതികളുണ്ട്. വരുൺ പറയുന്നത് പോലെ ജീവിക്കുക, വരുണിന്റെ വീട്ടുകാര് പറയുന്നത് പോലെ ജീവിക്കുക, അങ്ങനെയല്ല ഉത്തരം പറയേണ്ടത്. എനിക്ക് സന്തോഷം കിട്ടുന്ന രീതിയിൽ ജീവിക്കുമെന്ന് പറഞ്ഞു പഠിക്കണം. മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കണം. മനസ്സിലായോ? പറയാനൊക്കെ എളുപ്പ, പ്രവർത്തിക്കാനും എളുപ്പ. കുറച്ചു കാലം കണിമംഗലത്ത് കിടന്ന രാധിക കഷ്ടപ്പെട്ടതല്ലേ? ആ ഏട്ടത്തിയോടും ചെറിയമ്മയോടും ഞാൻ ചില കാര്യങ്ങൾക്കൊക്കെ സൂചന കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്റെ ഒരു കണക്കുകൂട്ടലിൽ അവര് വീണ്ടും രാധികയെ ദ്രോഹിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങോട്ടൊന്ന് കിട്ടിയ അങ്ങോട്ടൊന്ന് തിരിച്ചു കൊടുക്കണം എന്നൊരുറപ്പ് മനസ്സിൽ വരുത്തിയെടുക്കണം. പണ്ടത്തെ പോലെ കരഞ്ഞു തോൽപ്പിച്ച് പെണ്ണിനൊന്നും നേടാനില്ല. ഫൈറ്റ് ചെയ്താ നേടേണ്ടത്. പറഞ്ഞ് എന്റെ കയ്യിൽ വാളും പരിചയം തരുമോ? എടുക്കണം. പെണ്ണ് വാളെടുക്കേണ്ടി വന്ന വാളെടുക്കണം.
തല വെട്ടേണ്ടി വന്നാൽ തല വെട്ടണം. ആ ഓക്കേലേ, ഞങ്ങള് മോളോടൊന്ന്. ആ ആയിക്കോട്ടെ, ഞങ്ങള് ചുമ്മാ സംസാരിച്ചിരിക്കുകയായിരുന്നു. എന്താച്ചാ? നിനക്കിടാൻ നല്ലൊരു ആഭരണം പോലും വാങ്ങിച്ചു തന്നില്ലല്ലോ എന്ന വിഷമത്തിലെ അച്ഛൻ. എനിക്കെന്തിനാ ആഭരണം? ഇത്രയും വലിയ എന്റെ ഒരു ആഗ്രഹം സാധിച്ചു തന്നില്ലേ, അതുപോരെ എനിക്ക്. അവസ്ഥകളൊക്കെ മോക്കറിയാലോ. എന്തെങ്കിലും അച്ഛനെ കൊണ്ട് സാധിക്കുകയാണെങ്കിൽ അച്ഛൻ എന്തെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ മോൾ എന്നോട് ക്ഷമിക്കണം. അയ്യോ അച്ഛാ, ഇങ്ങനൊന്നും പറഞ്ഞ അകലം കൂട്ടല്ലേ. എനിക്കൊരു ജന്മം തന്നില്ലേ, രണ്ടുപേരും കൂടി പുതിയൊരു ജീവിതത്തിലേക്ക് എന്നെ കൈപിടിച്ചു കൊടുക്കുന്നില്ലേ, എനിക്കത് മതി അച്ഛാ. മോളെ, ഇത് അമ്മയുടെ വക നിനക്കുള്ള സമ്മാനം. തുറന്നു നോക്ക്. മാഡം, ഇത് കൽപ്പനെ, എന്ത് വില പിടിച്ച ആഭരണങ്ങളത്? ഇവർക്ക് ഭ്രാന്തുണ്ടോ? അവര് കൊടുത്ത മാല നോക്കി. എന്തിനാ മാഡം എനിക്കിതൊക്കെ? ഞാൻ നിന്റെ അമ്മയല്ലേ, അമ്മ മോൾക്ക് എന്ത് തന്നാലും മതിയാവാ. യശോദേ, മോളുടെ കഴുത്തിൽ ഇട്ടു കൊടുക്ക. നല്ല ഭംഗിയുണ്ട്.